ഹലോ ഡിയേഴ്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്കിന്ന് പൊറോട്ടയ്ക്കും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടാർ ഐറ്റമായ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് ചുക്കയാണ്. അതിന് നമ്മൾ ½ kg ബീഫ് എടുത്തിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ½ kg മാത്രമല്ല, കാരണം ഞങ്ങൾക്ക് ഇവിടെ 2 പേരേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ½ kg എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് നമ്മുടെ തേങ്ങാക്കൊത്ത് വേണം, കേശു കുറച്ച് വേണം, 10-30 ചെറിയുള്ളി വേണം, പിന്നെ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 2 സവാള അരിഞ്ഞത്, ഇത്രയും മാത്രം മതി നമുക്ക്. അപ്പോൾ നമുക്കൊരു കുക്കർ എടുക്കുക. കുക്കർ എടുത്തിട്ട് നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ബീഫ് ഉണ്ടല്ലോ, ബീഫ് ചേർത്തെടുക്കുക. പിന്നെ നമ്മുടെ ചെറിയ ഉള്ളി ഉണ്ടല്ലോ, ചെറിയ ഉള്ളിയും കൂടെ ചേർത്തെടുക്കണേ. പിന്നെ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക, എല്ലാം ചേർക്കേണ്ട. ബാക്കി നമുക്ക് ലാസ്റ്റ് ആവശ്യം വരും, അതിനാണ് ബാക്കി മാറ്റി വെച്ചിരിക്കുന്നത്. പിന്നെ വേണ്ടത് നമുക്ക് മസാലകൾ ചേർക്കണമല്ലോ. അപ്പോൾ നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കണേ, 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കണേ, പിന്നെ 1.5 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കണേ. പിന്നെ ഒരു നുള്ളു ഉപ്പൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയുടെ കൂടെ ചേർക്കണം, കാശ്മീരി മുളക് പൊടി ചേർക്കണം, മറന്നുപോയതാണ്. കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. കുറച്ച് പെരിഞ്ജീരകവും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണേ. ഈ മസാലക്കൂട്ട് നല്ലപോലെ നമ്മുടെ ബീഫിൽ പിടിക്കണം. അതിന് 5 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കണേ. കൈ കൊണ്ട് തന്നെ അതിന് നല്ലപോലെ ഇളക്കി കൊടുക്കണം. പിന്നെ നമ്മൾക്ക് കുക്കർ അടുപ്പത്ത് വെച്ച് നമ്മുടെ ബീഫ് 4 വിസിൽ കേൾക്കുന്നവരെ ഒന്ന് വേവിച്ചെടുക്കണം. ബീഫൊക്കെ ഉണ്ടോ, നല്ല ബീഫൊക്കെ നല്ലൊരു വെന്ത് റെഡിയായിട്ടുണ്ട്. നമുക്കിനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണേ. പിന്നെ നമുക്ക് തേങ്ങാക്കൊത്ത്, പിന്നെ വേണ്ടത് നമ്മുടെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും അതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം, ഇളക്കി കൊടുക്കണേ. കേശയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണേ. ഈ നോമ്പ് സമയത്ത് നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള, എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബീഫ് ചിക്കനാണിത്. എല്ലാവരും ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കണേ. ഇത് സവാളയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ. സവാള ഒന്ന് വഴന്ന് വരണം. കുറച്ച് ഗരം മസാല അല്ലല്ലോ, പെരിഞ്ജീരകം ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് കൈ ഇളക്കാതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ബീഫ് ചേർത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ തീ കുറച്ച് ലോ ഫ്ലെയിമിൽ വെക്കണേ. കുറച്ച് കറിവേപ്പിലൂടെ ചേർത്ത് നല്ലപോലെ ഈ വെള്ളം വറ്റുന്നത് വരെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. നമുക്കിതിൻ്റെ നിറമൊക്കെ മാറി വരും. നമ്മുടെ ബീഫിൻ്റെ നിറവും ആ വെള്ളമൊക്കെ വറ്റി വരുന്ന സമയമാണ് ഇതിൻ്റെ ഒരു പരുവമെന്ന് പറയാം. കുറച്ച് ലാസ്റ്റ് ആകുമ്പോൾ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് നല്ലപോലെ ഒന്നുകൂടെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. നമുക്കൊരു ആ ബീഫിൻ്റെ കളറൊന്ന് മാറി വരുന്നൊരു ഉണ്ടാവും. ആ സമയം വരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇപ്പോൾ ഏകദേശം ബീഫ് ചുക്ക റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഭയങ്കര ഒരു മണമാണിങ്ങനെ, ഭയങ്കര മണമാണ് ഇപ്പോൾ വരുന്നത്. ഇപ്പോൾ പൊറോട്ടയും നമ്മുടെ അപ്പമൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് അടിപൊളിയായിട്ട് നോമ്പ് തുറക്കാൻ. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ ബീഫ് ചുക്ക, ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ മോനും ഉമ്മാക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാനിന്ന് ബീഫ് ചുക്ക ആക്കിയത്. കുറച്ച് പാടാണ്, കുറച്ച് ടൈം എടുത്തിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം, ആ ഒരു പാടേ ഉള്ളൂ. ബാക്കിയൊക്കെ എല്ലാം നോർമലാണ്.
കൈ ഇളക്കാതെ തന്നെ ഇച്ചിരി ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ടിരുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നമുക്കൊരു അടാർ ഐറ്റം എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും ബീഫ് ചുക്ക അപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നാടൻ സ്റ്റൈലിലുള്ള ബീഫ് ചുക്ക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ്